ഹരിയാന ഇതിഹാസങ്ങളിലെ രക്തരൂക്ഷിതമായ പോരാട്ടം നടന്ന ഭൂമി. ഹരിയാന ഒരു തെരഞ്ഞെടുപ്പിലൂടെ നടന്നു നീങ്ങിയാണ്. ഉരുക്കുകോട്ട മൂന്നാമതും നിലനിർത്താമെന്ന ആവേശത്തോടെ BJPയും നഷ്ടപ്രതാപം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയോടെ കോൺഗ്രസും. ജോൺസേട്ടാ സ്വാഗതം. ഹരിയാന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കപിൽ ദേവ് ഹരിയാനയിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ക്രിക്കറ്റ് ഏറ്റവും പ്രചാരത്തിലാക്കിയ നിങ്ങളുടെ കാലത്തായിരിക്കും 83 ലോകകപ്പ് കൊണ്ടുവന്നത്. അതൊരു ഹരിയാനയിൽ നിന്നുള്ള ഒരു ഹരിയാന ഹരിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹരിയാനയുടെ ചുഴലിക്കാറ്റ്. ഇപ്പം എന്താണ് ഒരു ചുഴലിക്കാറ്റ് തന്നെ, ഒരു ആവേശത്തിന്റെ ചുഴലിക്കാറ്റ് തന്നെ. അതിനെപ്പറ്റി പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്നും പറയേണ്ട വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം 5-5 തൊട്ട് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റും BJP നേടിയതാണ്. ഇതിപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 90 സീറ്റാണ് അവിടെ ഉള്ളത്. അന്ന് മോദിക്കെതിരെ ഒരു പോരാട്ടത്തിൽ ഒരു പരിധിവരെ BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ അവിടെ BSP INLD സഖ്യം, പിന്നെ JJP, പിന്നെ കോൺഗ്രസ് BJP. അപ്പോൾ ഒരു എന്താ പറയുക, നേരിട്ടുള്ള ഏറ്റുമുട്ടലാണെങ്കിലും അതോടൊപ്പം തന്നെ ചില മണ്ഡലത്തിലെ ത്രികോണ മത്സരങ്ങളും ചില മണ്ഡലത്തിലെ ഒരു ചതുഷ്കോണ മത്സരങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രേക്ഷകരുടെ അറിവിലേക്കായി കഴിഞ്ഞ 10 വർഷമായി BJP അടക്കി ഭരിക്കുന്നൊരു സംസ്ഥാനമാണ് ഹരിയാന. കഴിഞ്ഞ തവണ BJP അധികാരത്തിൽ വരുന്നതിന് നിർണായക പങ്ക് വഹിച്ച ഹരിയാനയിലെ JJP എന്ന സംഘടന ഇക്കുറി BJPയോടൊപ്പമില്ല. അവിടെ BSP INLD സഖ്യം, JJP, BJP, കോൺഗ്രസ്, പിന്നെ ആപ്പ്. അപ്പോൾ ഒരു ചതുഷ്കോണ അല്ലെങ്കിൽ ത്രികോണ മത്സരം എന്നുള്ള തരത്തിലേക്ക് അവസാന നിമിഷം വരെ കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും അത് നടപ്പിലായില്ല. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ ഈ പ്രതിപക്ഷ വോട്ടുകൾ വിഘടിച്ച് ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യതയാണ്. കാരണം ലോക്സഭാ ഇലക്ഷനിൽ മോദിക്കെതിരെ ഏകോപിച്ചു വന്ന തരത്തിലേക്കുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരുപക്ഷെ നിയമസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ BJPയിൽ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് വിമത ശല്യങ്ങൾ വളരെയധികം ഉള്ളതുകൊണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എതിരെയുള്ള വികാരം, പിന്നെ കർഷക സമരം, അഗ്നിപന്ത്, മിലിറ്ററിക്കാരുടെ വിഷയം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇതെല്ലാം ഹരിയാന രാഷ്ട്രീയത്തെ കലക്കി ഇളക്കി മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിലവിലെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഒരു 58%, 60% ഒക്കെ പോളിംഗ് നടക്കുന്നുള്ളൂ എങ്കിൽ BJP വീണ്ടും അവിടെ അധികാരത്തിലെത്തും. പോളിംഗ് ശതമാനം 65-ന് മുകളിൽ പോവുകയാണെങ്കിലാണ് BJP ഇതര സർക്കാരിനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ BJPക്ക് ഫിക്സഡ് ആയിട്ട് ഒരു വോട്ടുള്ളൊരു സംസ്ഥാനമാണ് ഹരിയാന. അവരുടെ വോട്ട് കറക്റ്റായിട്ട് ഈ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒക്കെ ബന്ധമുള്ളതുകൊണ്ട് ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും എതിർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ വിഘടിച്ച് പോവുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവിടെ BJP വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. നേരെ മറിച്ച് പോളിംഗ് ശതമാനം വർദ്ധിക്കുകയും ജനങ്ങൾ BJPക്ക് എതിരെ എന്ന തലത്തിലേക്ക് വോട്ട് ലോക്സഭാ ഇലക്ഷനിലുള്ള പോലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ എന്ന തരത്തിലേക്ക് ഈ കർഷകരും ഈ സൈന്യം, അതുപോലെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഭാഗങ്ങൾ, ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ നിലവിലുള്ള സർക്കാർ പോകട്ടെ എന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ള പാർട്ടികൾക്ക് പോകേണ്ട വോട്ട് പോവാതെ അത് മുഴുവൻ കോൺഗ്രസിലേക്ക് എത്തപ്പെടുകയാണെങ്കിലാണ് കോൺഗ്രസിനൊരു സാധ്യത. കോൺസേട്ടൻ കുറേ വിഷയങ്ങൾ പറഞ്ഞു. കർഷക സമരം, അതുപോലെ സൈന്യം, അഗ്നിപന്ത്. അതിലെ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ സൈന്യത്തിൽ ചേരുന്നൊരു സംസ്ഥാനമാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ ഈ അഗ്നിവീർ എന്നൊരു വിഷയം വളരെ നിർണായകമാകാൻ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു വിഷയം തന്നെയാണ്. കോൺസേട്ടാ, ഈ മോദിയുടെ ഒരു കാര്യം, പഴയ പോലെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങളും പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു, പഴയ യോഗങ്ങളിലൊന്നും പഴയ പോലെ ആള് കൂടുന്നില്ല എന്ന് അവിടെ നിന്നുള്ള ഹരിയാനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ അതിലൂടെ പറയുന്നു,
രാഹുൽ ഗാന്ധിയുടെയും ഇപ്പം സങ്കല്പയാത്ര നടത്താൻ പോവുകയാണ് അവിടെ. രാഹുൽ ഗാന്ധിയുടെ വലിയ ജനക്കൂട്ടം ആകർഷിക്കുന്നു. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഗ്ലാമർ മൊത്തത്തിൽ ഇന്ത്യയിൽ അല്പം കുറഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് രാഹുൽ ഗാന്ധി കുതിച്ചുയർന്നു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഗുസ്തി താരങ്ങളുടെ ആ വിഷയം കൂടി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രമുഖ ഗുസ്തി താരം മത്സരത്തിന് ഇറങ്ങും കൂടി ചെയ്തിട്ടുള്ളതുകൊണ്ട് സത്യത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായൊരു ട്രെൻഡ് ഉള്ള പോലെയാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് മൈനസായിട്ട് നമ്മൾക്ക് കാണുന്ന കാര്യം ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. സംഘടനാ സംവിധാനം. അതെ. അതുകൊണ്ട് ഈ പുറമേ കാണുന്ന ഓളം അടിത്തട്ടിലേക്ക് ചലിപ്പിക്കുന്നതിനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കേരളത്തിൽ തന്നെ പല നമ്മൾ നോക്കിയറിയാം, നമ്മളിവിടെ ജില്ലാ കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി കിട്ടുന്നു. പക്ഷേ ഒരു ബൂത്ത് തലത്തിൽ ഒരു 50 വയസ്സിന് താഴെ ആളുകൾ പ്രവർത്തിക്കാനില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ അതുപോലെ തന്നെയുള്ള കേരളത്തിൽ പോലും ഇങ്ങനെയാണെങ്കിൽ ഹരിയാന പോലെയുള്ള സ്റ്റേറ്റിൽ അവിടെ 10 വർഷം BJP അധികാരത്തിൽ ഇരുന്ന സ്റ്റേറ്റിൽ ഒരു പക്ഷേ അടിത്തട്ടിലുള്ള അവസ്ഥ ഇതായിരിക്കാനുള്ള സാധ്യത വളരെ അധികം. അതുകൊണ്ട് മറ്റ് ലോക്സഭ ഇലക്ഷനിൽ മറ്റുള്ള എല്ലാ പാർട്ടികളുടെ മാനസിക പിന്തുണ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ ആ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് അടിത്തട്ടിലുള്ള പ്രവർത്തനത്തിന് കോൺഗ്രസ്സിന് ആളില്ലാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ കോൺഗ്രസിന് ഒരു എന്താ പറയാ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു മുന്നേറ്റം ജനങ്ങൾ ഇറങ്ങി വന്ന് വോട്ട് ചെയ്ത് അല്ലാതെ സംഘടനാ സംവിധാനം പറ്റില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡ ജനകീയ നേതാവാണ്, അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുമാരി ഷെൽജി എന്നുള്ള നേതാവിനെയും കോൺഗ്രസ് രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഇക്കുറി ആദ്യം കുറച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി ഹൈക്കമാൻഡ് ഇടപെട്ട് കുമാരി ഷെൽജിയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും നിർത്തി. അതേസമയം അപ്പുറത്ത് നിലവിലുള്ള മുഖ്യമന്ത്രിയെ മാറ്റി തന്നെ ഈ പണ്ട് ചില സർക്കാരുകളൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടികളൊക്കെ ചെയ്യുന്ന നമ്പർ അതാണ് BJP അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഈ നേതാക്കളുടെ അവിടുത്തെ സംസ്ഥാന നേതാക്കളുടെ ആകർഷണീയത എത്രത്തോളം ഉണ്ട്? സത്യത്തിൽ ഈ നരേന്ദ്രമോദിയേക്കാളും കൂടുതൽ BJP ആശ്രയിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനെയാണെന്നാണ് ഹരിയാനയിലെ ഇലക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കർഷക സമരം, സൈന്യത്തിൻ്റെ വിഷയം, ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങളുണ്ട്. നരേന്ദ്രമോദിയേക്കാളും കൂടുതൽ പ്രാധാന്യം ഹരിയാനയിലെ BJP നേതാക്കൾക്കാണ്. അവർ തമ്മിലടിക്കുകയും റിബൽ ശല്യം ശക്തമായി വരികയും ചെയ്യുമ്പോൾ ഇവരുടെ അടിസ്ഥാന വോട്ടിൽ നിന്ന് എത്ര ചേഞ്ചസ് വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പോളിംഗ് ശതമാനം കൂടുതൽ എത്ര കൂടുന്നോ അത്രയും അത് പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ട് മാറും ഈ ഇലക്ഷനിൽ. ഈ മോദിയുടെ പല പ്രചരണ യോഗങ്ങളിലും വ്യവസായവൽക്കരണത്തെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഹരിയാന തൊഴിലില്ലായ്മ ഇന്ന് ഏറ്റവും കൂടുതൽ തീർച്ചയായും അഭിമുഖീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് മോദി തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ വലിയൊരു മതിപ്പൊന്നും ജനങ്ങൾക്ക് നമ്മൾ പ്രത്യക്ഷമായി കാണുന്നില്ല. ഇല്ല. ഈ തൊഴിലില്ലായ്മ ഒരു പക്ഷേ ഒരു വലിയ വിഷയം തന്നെയല്ലേ ഹരിയാനയിലേക്ക്? അത് പുറമേക്ക് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു വിഷയമായിട്ട് തോന്നും. പക്ഷേ വോട്ട് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ടെന്ന്, നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഒരു പാറ്റേൺ ഉണ്ടെന്ന്. ആ പാറ്റേണിൽ കാര്യമായിട്ടൊരു ചേഞ്ചസ് വരണമെങ്കിൽ അപ്പുറത്ത് അതിനേക്കാൾ കവിഞ്ഞ തരത്തിലൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റം പ്രതിപക്ഷങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് BJPയുടെ ഉള്ള സംഘടനാ സംവിധാനം നല്ല രീതിയിൽ വർക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിനെയെല്ലാം മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കും. രാഹുൽ ഗാന്ധിയുടെയും ഇപ്പം സങ്കല്പ യാത്ര, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം നടത്തുന്ന സങ്കല്പ യാത്ര ജനങ്ങൾക്ക് എത്രത്തോളം ഇളക്കി മറിച്ചിട്ടുണ്ട്? നമ്മൾ ഈ യാത്രകൾ പോകുന്ന മുഴുവനും മെയിൻ റോഡ് വഴിയാണെന്ന്. ഈ ഗ്രാമങ്ങളിലേക്ക്, സാധാരണ ശരാശരിക്കാരായ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തകരോ ബൂത്തിലിരിക്കാൻ ആളും ഇല്ലാത്ത സ്ഥിതിയാണെങ്കിൽ ജനത്തിൻ്റെ ഉള്ളിൽ സ്വയം ഒരു തോന്നലുണ്ടായി വന്ന് വോട്ട് ചെയ്യണം, നേരിട്ട് വന്ന് വോട്ട് ചെയ്യണം. അതെ, അവർക്കൊരു ബോധ്യം വന്ന്, അല്ലാതെ വീട്ടിൽ വന്ന് സ്ലിപ്പ് കൊടുക്കാൻ അതാണ്. അതെ, കോൺഗ്രസിന്റെ പ്രശ്നം മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് രാഹുൽ ഗാന്ധിക്കാണ്.
ഈ അപ്പൊ ഈ ഇത് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിലും അതായത് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന് വ്യക്തമായുള്ള ലോകം മുഴുവനും ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വോട്ടായി ഒരാൾ വീട്ടിൽ നിന്ന് പോയി വോട്ട് ചെയ്താലേ അതന്നെ. ഒരു വോട്ട് വരുന്നുള്ളൂ. ജോൺസേട്ടാ, അവസാനത്തെ ചോദ്യം, ആരായിരിക്കും മുന്നിൽ വരുന്നത്? 45 സീറ്റ് വേണം അബ്സല്യൂട്ട് മെജോറിറ്റിക്ക്. എങ്ങനെയായിരിക്കും സ്ഥിതി? എന്തായാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി BJP ആവാനാണ് സാധ്യത. അത് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, കഴിഞ്ഞ 2 തവണത്തെ പോലെ ഒരു എന്താ പറയുക വലിയൊരു മാർജിനിലൂടെ BJPക്ക് വരാൻ പറ്റില്ല. BJPക്ക് നേരിയൊരു ഭൂരിപക്ഷം ഉണ്ടാവാം, പക്ഷേ അത് അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ എത്തില്ല. എന്താണ് പറയുന്നത്, മറ്റു കക്ഷികൾ നിർണായക ഇലക്ഷൻ ശേഷം നിർണായക. തീർച്ചയായും. താങ്ക് യു.